നമസ്കാരം. കേരളത്തിൽ നിപ്പ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് മുഖേന 2 മരണവും സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഡോക്ടർ ശ്രുതി, അമല മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എന്താണ് നിപ്പ? ഇതൊരു എമർജിംഗ് സൂണോട്ടിക് ഡിസീസ്, അതായത് ഒരു ജന്തുജന്യ രോഗമാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും വരാനുള്ളൊരു രോഗമാണിത്. ഇതിൽ ഇതുവരെ 40 തൊട്ട് 75% ഇതിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത്. നിപ്പ എന്ന് പറയുന്നത് മലേഷ്യയിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. ഇവിടെ നിന്നാണ് 1999 ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് 1999 തന്നെ മലേഷ്യയിലും സിംഗപ്പൂരിലും നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 100ഓളം മരണം തന്നെ അന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പല രാജ്യങ്ങളിൽ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെല്ലാം തന്നെ നിപ്പ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ മരണനിരക്ക് നോക്കുമ്പോൾ 40 to 75% മരണനിരക്ക്. ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ 2001 ആദ്യമായി ഇന്ത്യയിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് വെസ്റ്റ് ബംഗാളിലെ സിൽഗുരി ജില്ലയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അവിടെ തന്നെ 2001 2007 വെസ്റ്റ് ബംഗാളിൽ നമുക്ക് ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ ഇപ്പോൾ 2023 ഇപ്പോൾ ഉണ്ടായത് നോക്കുകയാണെങ്കിൽ 4 തവണയാണ് നമുക്ക് നിപ്പയുടെ ഔട്ട് ബ്രേക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 2018 ഉണ്ടായ ആദ്യത്തെ ഔട്ട് ബ്രേക്ക് എടുത്തത് 17 മരണമാണ് അന്ന് നമുക്കുണ്ടായിട്ടുള്ളത്. അതിനുശേഷം 2019 എറണാകുളം ജില്ലയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം 2021 ഒരു മരണമുണ്ടായിട്ടുണ്ട്. അതും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അവസാനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2023 2 കേസാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതിൽ 2 മരണം സംഭവിച്ചിരിക്കുന്നു. അതിൽ ഒരു മരണം നിപ്പ മൂലമാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിപ്പ എങ്ങനെ പകരുന്നു? നിപ്പ എന്ന് പറയുന്നത് ഒരു വൈറൽ അസുഖമാണ്. പഴന്തീനി വവ്വാലുകൾ അഥവാ ഫ്രൂട്ട് ബാറ്റ്സ് ഇനത്തിൽപ്പെട്ട വവ്വാലുകളാണ് ഈ അസുഖം പടർത്തുന്നത്. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും ഈ അസുഖം പകരുന്നു. പഴന്തീനി വവ്വാലുകൾ കടിച്ച പഴങ്ങളോ അവയുടെ വിസർജ്യം കലർന്നതോ ആയ പഴങ്ങൾ ഭക്ഷിക്കുന്നത് വഴിയാണ് ഈ അസുഖം പടരുന്നത്. അസുഖബാധിതരായ മനുഷ്യരുടെ സ്രവങ്ങളുമായി കോണ്ടാക്റ്റ് വരുമ്പോഴാണ് മറ്റു മനുഷ്യർക്ക് ഈ അസുഖം വരുന്നത്. രോഗകാരണമായ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചതിനു ശേഷം 4 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. നിപ്പയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കടുത്ത പനി, തലവേദന, ശ്വാസതടസ്സം, തൊണ്ടവേദന, ക്ഷീണം. അസുഖം മൂർച്ഛിച്ച് മരണം വരെ സംഭവിക്കാൻ ഇടയാകുന്നു. നിപ്പ രോഗം സ്ഥിരീകരിക്കുന്നത് RT-PCR ടെസ്റ്റ് മുഖേനയാണ്. എങ്ങനെ നമുക്ക് നിപ്പയെ പ്രതിരോധിക്കാം? മൃഗങ്ങളോ പക്ഷികളോ കടിച്ചതായ പഴങ്ങൾ, പ്രത്യേകിച്ച് മരച്ചുവടിൽ വീണുകിടക്കുന്ന പഴങ്ങൾ കഴിക്കാതിരിക്കുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ വൃത്തിയായി കഴുകുക. അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുക. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അഥവാ രോഗലക്ഷണങ്ങൾ ഉള്ളവർ സ്വയം ചികിത്സ തേടാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. അനാവശ്യമായ ഭീതി പടർത്താതിരിക്കുക. ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രം മുന്നോട്ട് പോവുക. ഭയമല്ല, ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. നന്ദി.